ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഡാഡിയുടെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാണ് കേട്ടോ. കണ്ടമാനം പേര് മറ്റേ കമൻറ്റിലൂടെയും പിന്നെ എൻ്റെ 3 ഫോണ്, അതായത് ഒന്ന് പേഴ്സണൽ ഫോൺ, ഒന്ന് ബിസിനസ് ഫോൺ, ഇത് പിന്നെ നമ്മുടെ വീഡിയോ എടുക്കുന്ന ഫോണാണ്. അപ്പം 3 ഫോണിലേക്കും നിറച്ച് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. എനിക്കൊന്നും അങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കാനുള്ള സാവകാശം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നിങ്ങൾക്കറിയാലോ, നമ്മളുടെ കല്യാണം, എൻഗേജ്മെൻറ്റും കല്യാണം ഒന്നും അല്ല കേട്ടോ, ബെട്രോത്തിലാണ് മനസ്സമ്മതം. അതിൻ്റെ യാത്ര, അത് കഴിഞ്ഞ് വൈകിട്ട് ഇന്ന് ഫുൾ എൻഗേജ്ഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ സമാധാനത്തിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തൽക്കാലം ഈ ഒരു താങ്ക്സ് സ്വീകരിക്കാം കേട്ടോ. അങ്ങനെ രാവിലെ എണീറ്റു. അപ്പോൾ രാത്രിയിൽ കിടക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, കുട്ടികളൊക്കെ വിഷ് ചെയ്തിട്ടാണ് കിടന്നത്. അങ്ങനെ രാവിലെ എണീറ്റു. അപ്പോൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ചത് പോണതിൻ്റെ മുമ്പ് 2 ട്രിപ്പായിട്ടാണ് നമ്മളിന്ന് പോകാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഞാനും ഡാഡിയും ഒരു ട്രിപ്പ് പോവാം, പിന്നെ പിള്ളേരെയും കൊണ്ട് ഇവർ വരിക എന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എഡിറ്റ് വന്നപ്പോൾ ഇവിടെ അന്താരാഷ്ട്ര പ്രശ്നങ്ങളാണ്, സംസാരമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം പോയാലും 4 ദിവസത്തേക്കുള്ള വർത്താനം ഉണ്ടാവും അവർക്ക്. അങ്ങനെ പോയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ കിച്ചണിൽ വന്ന് നമ്മളുടെ കാപ്പി കട്ടൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചപ്പോൾ ഇന്നലെ നമ്മുടെ മീനുവിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന പഴവും നമ്മുടെ ഡിമ്പിളിൻ്റെ അവിടെ നിന്ന് അച്ചാച്ചൻ കൊടുത്തയച്ച പഴവും ഒക്കെ നന്നായി പഴുത്തിട്ടുണ്ട്. അത് ഞാലിപ്പൂവൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നാടൻ പഴവും നമുക്കങ്ങനെ അധികം കിട്ടാറില്ലല്ലോ, നമുക്ക് ഈ വരവ് പഴമല്ലേ കിട്ടും. അപ്പോൾ വീട്ടിൽ കൊലയുമുണ്ടായ പഴം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വല്ലപ്പോഴും കിട്ടുന്നൊരു ഭാഗ്യമാണ്. അപ്പോൾ അങ്ങനെ അത് നല്ലോണം പഴുത്തിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ മാറ്റി വെച്ചേക്കാം കേട്ടോ. അപ്പോൾ പഴത്തിൻ്റെ സ്ഥാനമൊക്കെ ഞങ്ങൾ പതുക്കെ ഇപ്പം മാറ്റിയിട്ടുണ്ട്. കാരണം ചാക്കോച്ചൻ ഭയങ്കര ഇഷ്ടമാണ് പഴം. പക്ഷെ പഴം തിന്നുമ്പോൾ ഇനി ഈ കുറുങ്ങൽ കൂടുന്നുണ്ടോ എന്നൊരു സംശയം, തണുവല്ലേ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം അവനെ കൊടുക്കാണ്ട് കുറച്ച് ദിവസം നോക്കാമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. കാരണം കോട്ടയത്ത് പോയിട്ട് അങ്ങനെ നോക്കിയപ്പോൾ ഇപ്പോൾ അവന് കുറുങ്ങലൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെയൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്നലെ തൊട്ട് ശ്രദ്ധിച്ചു തുടങ്ങിയത് ഭയങ്കരമായിട്ട് വാടി നിൽക്കുമായിരുന്നു ആ ചെടികൾ. അപ്പോൾ രാവിലെ തന്നെ ഞാനത് നനച്ചു. ഇന്നലെ രാത്രി നനയ്ക്കാൻ നോക്കിയപ്പോൾ എനിക്കൊരു പേടി, വല്ല പാമ്പെങ്ങാനും ഉണ്ടെങ്കിലോ, ആ രാത്രി നേരത്തെ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നാണ് അത് ചെയ്തത്. അപ്പോൾ പ്ലേ സ്കൂളിലേക്ക് പോണ പോലെ അക്കിയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ചാക്കോച്ചൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഡൈപ്പർ ബാഗും പിന്നെ ഇതൊരു ബോക്സാണ്, എൻ്റെ ഓർണമെൻറ്റ് ബോക്സ്. എൻ്റെ കയ്യിൽ 2 ഉണ്ട്. അപ്പോൾ ഒരെണ്ണം അക്കിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൊണ്ട് ഡാഡി ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ അപ്പന്മാർ 2 പേരും പിള്ളേർസിനെയും കൊണ്ട് ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തിരിച്ച് വരണത്. എന്നാൽ പിന്നെ ഇവനെയും കൂടി ഒന്ന് കൊണ്ടാക്കിക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ അവനെയും കൂടി കൊടുത്ത് ഇവർ പോയതിന് ശേഷമാണ് ഇവർ ഡ്രസ്സ് മാറാൻ നിന്നത് കേട്ടോ. അങ്ങനെ എന്താ പറയുക, അവർ പോയി നമ്മുടെ ചാക്കോച്ചനെ അവിടെ അക്കിയുടെ അവിടെ ഏൽപ്പിച്ചിട്ടാണ് ഡോണും ആൻസനും പിള്ളേർസും ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇന്ന് പതിവില്ലാണ്ട് അവനൊന്ന് കരഞ്ഞു എന്ന് പറഞ്ഞു. കാരണം ചേട്ടന്മാർ ഇവരുടെ കൂടെയല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഒന്ന് ഞീളിയുന്നുണ്ട്. പക്ഷേ 2 മിനിറ്റിൻ്റെ കരച്ചിൽ അവനുണ്ടാവുള്ളൂ. പിന്നെ അക്കിയുടെയും ചേച്ചിയുടെയും പോൾസും പേപ്പൻ്റെയും കൂടിയുള്ള മേളാണ്. അങ്ങനെ വന്നതേ അപ്പോഴേക്കും ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. ഞാനിത് പൊട്ടിച്ചിട്ടില്ല, നമ്മളുടെ ചായപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാനത് അൺബോക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം. അറിയാലോ, എനിക്ക് എന്ത് കൊറിയർ വന്നാലും ഞാൻ നിങ്ങളെ കാണിക്കാറുണ്ട്. അപ്പോൾ ഞാനത് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ ആരോ കുട്ടികൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഒതുക്കി വെച്ചതിന് ശേഷം വന്നപ്പോൾ ഇവിടെ ഡിവൈൻ ഫസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കണം. ഡിവൈൻ്റെ മുടി ഞാൻ പറയാമായിരുന്നു, നല്ല ഭംഗി വെച്ചു, നല്ലോണം ഇറങ്ങി. കുറേ മുടി ഉണ്ടായിരുന്നതാണ് ഡിവൈന് ഇത്ര. അപ്പോൾ ഞാൻ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു ഓളത്തിന് അതങ്ങോട്ട് വെട്ടിക്കളഞ്ഞതാണ്. അതിന് ശേഷമാണ് നമ്മൾ കല്യാണം കഴിഞ്ഞപ്പോൾ മുടി എത്ര ഷോർട്ടായിട്ടോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ മുടി ഇപ്പം എന്താ പറയുക, ഡിവൈനൊരു ഇഷ്ടം തോന്നിയൊക്കെ മുടി ഇറക്കി വരണം. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് മുടി, പ്രത്യേകിച്ച് ഇങ്ങനെ ഒപ്പം വെട്ടി നിൽക്കുന്ന മുടി കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ. ഡിമ്പിൾ പിന്നെ എപ്പോഴോ സ്റ്റെപ്പ് അടിച്ചപ്പോൾ മുടി പല ലെയറിലായിട്ടൊക്കെ കിടക്കണം. അപ്പോൾ ഞാൻ പറയും, അങ്ങനെ വരുമ്പോൾ ഉള്ളില്ലാത്ത പോലെ തോന്നും, തിരിച്ച് ഒപ്പം വെട്ടുമ്പോൾ കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പം അങ്ങനെ എന്താ പറയുക, ഞാൻ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ പോകാനുള്ളതൊക്കെ ഒരുക്കി വെച്ചു. പിള്ളേരുകൾ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഡിവൈനോട് പറയുക മുടി ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കിഷ്ടമാണ് മുടിയുള്ള കുട്ടികളെ വലിയ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഡിമ്പിൾ പ്രസവിച്ച് കഴിഞ്ഞിട്ട് ആഷിയുടെ കല്യാണത്തിന് പോയിട്ട് മുടി വെട്ടിയിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ മുടി ഇറക്കം വെച്ചെങ്കിലും ഉള്ളൊന്നും അത്രയും വന്നില്ല, എന്നാലും പണ്ടത്തേക്കാളൊക്കെ ഭേദമാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒന്ന് പ്രസവിച്ച് കഴിയുമ്പോൾ ചിലർക്ക് മുടി കൂടും, ചിലർക്ക് പോവും, അങ്ങനെ പിന്നെ വെള്ളത്തിൻ്റെ വ്യത്യാസം, ഇവിടെ കിണർ വെള്ളമാണെങ്കിൽ അവിടെ പൈപ്പ് വെള്ളമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ടാവില്ല. അതൊക്കെ മുടിയൊക്കെ എന്താ പറയുക, ഒരു ഭാഗ്യമെന്നേ ഞാൻ പറയുള്ളൂ. അങ്ങനെ
ദേ നമ്മുടെ ക്രിസ്മസ് എന്താ പറയുക, ഇന്നലത്തോടു കൂടി ക്രിസ്മസിൻ്റെ ഭക്ഷണ രീതിയും കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്രാവശ്യം ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഈ ടേബിൾ ക്രിസ്മസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ബാക്കി സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു നൊയമ്പ് വീടാനോ അല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ഒരു ഭക്ഷണം കഴിക്കാനോ ഒന്നും നമുക്ക് പറ്റിയിട്ടില്ല കേട്ടോ. ക്രിസ്മസിൻ്റേതായ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഡിമ്പിളും ഒരുങ്ങി തുടങ്ങി. അപ്പോൾ അവർ ഒരുങ്ങി കഴിയുന്നതോട് കൂടിയിട്ട് അപ്പോൾ ആദ്യം വിചാരിച്ചത് ഇതോട് കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്തിട്ട് ഇറങ്ങാമെന്നാണ്. അപ്പോൾ നോക്കിയപ്പോൾ കേക്കിന് സമയം കുറച്ച് വേണം. അതുകൂടാണ്ട് ഞങ്ങൾക്കൊന്ന് നേരത്തെ പോകണം. നമ്മൾ 12 മണിക്കാണ് മനസ്സമ്മതം. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് പോകാമെന്നുള്ള ധാരണയിൽ ഞങ്ങൾ വേഗം റെഡിയായിട്ട് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ ഇതായിരുന്നു എൻ്റെ ഗെറ്റപ്പ്. ഒന്നുമില്ല, ഒരു നോർമൽ ഒരു പട്ടുസാരിയും അതിനൊരു നെറ്റ് ബോൾ, നമ്മളുടെ ഏറ്റവും ഡിമാൻഡായിട്ട് പോയ മാലയാണിത്. നെറ്റ് ബോളിൻ്റെ ചെയിൻ, അതിൻ്റെ മറ്റേ കല്ലിൻ്റെ ഒരു കമ്മലും, ഇതിൻ്റെ തന്നെ വള. എൻ്റെ നിന്ന് കുറേ പേരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, കുറച്ച് പേരല്ല കുറേ അധികം പേര് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും ഡാഡിയും ഇറങ്ങി. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ ഇറങ്ങി. നമ്മളുടെ സെൻട്രലിൽ നിന്ന് നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇന്ന് എനിക്ക് തോന്നുന്നു ഹൈലൈറ്റ് മാൾ വന്നതിന് ശേഷം നമ്മുടെ ഈ നടത്തറ സെൻറ്റർ ഭയങ്കര തിരക്കാണ്. അങ്ങനെ ഞങ്ങളിത് നമ്മുടെ അമ്മയുടെ പള്ളി, ഞാൻ എപ്പോഴും പറയുമല്ലോ ഈ പള്ളിയുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ നമ്മളുടെ അമ്മയുടെ പള്ളി എന്നാണ് ഞാൻ പറയാം. കാരണം ഇപ്പോൾ നമ്മളുടെ അമ്മ ഇവിടെയാണല്ലോ കിടന്നുറങ്ങണത്. അപ്പം ഞങ്ങളിവിടെ ഇറങ്ങാൻ നിന്നപ്പോഴാണ് ഇവിടെ പാർക്കിംഗ് ഇല്ല, ഡാഡിയോട് സ്കൂളിൽ പാർക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം ആദ്യം ശവക്കോട്ടയിലേക്കാണ് വന്നത്. കാരണം എന്താ സിംതേരി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു അമ്മേനെ കണ്ടിട്ട് അമ്മോട് വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷം കല്യാണത്തിന് അങ്ങോട്ട് പള്ളിയിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ കയറി കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വർത്താനം പറഞ്ഞിറങ്ങുമ്പോൾ അത് അങ്ങോട്ട് മനസ്സിൽ നിന്ന് വിടും. അപ്പോൾ ഇത് നമ്മുടെ വല്യപ്പൻ്റെ എൻ്റെ തന്നെ പറയാം, വല്യപ്പൻ്റെ കല്ലറയാണ് ഇത്, ടോണിയേട്ടൻ്റെ കല്ലറയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കുറേ നല്ല ഓർമ്മകൾ തന്നിട്ടുള്ള 2 പേരാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എല്ലാ ആത്മാക്കൾക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, കാരണം കണ്ടമാനം ബന്ധുക്കൾ അപ്പനടക്കം ഇവിടെയാണ് കിടന്നുറങ്ങണത്. അപ്പോൾ എന്നോട് ഒരു കുട്ടി പറഞ്ഞായിരുന്നു കേട്ടോ ജോൺസൺ മാസ്റ്ററെ കാണിക്കണമെന്ന്. പക്ഷേ ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ സമയം എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല മുന്നിലേക്ക് ഒറ്റയ്ക്ക് കടക്കാനായിട്ട്. കാരണം ഒരു 12 മണി സമയമല്ലേ. അപ്പോൾ എനിക്ക് എന്തോ അത് ഞാൻ പറ്റി, വേറൊരു ദിവസം ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡിമ്പിളും ഇവരൊക്കെ വന്നു, പള്ളിയിൽ തന്നെ വന്നു കേട്ടോ അവർ. അപ്പോൾ പോൾസൺ പാപ്പനും വലിയ ഡാഡിയും വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിക്കാം. അപ്പോൾ അങ്ങനെ എൻ്റെ വശത്തുനിന്ന് വരാനായിട്ട് അവർ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അവർ വന്ന്, ഇത് നമ്മളുടെ മൂത്ത പെങ്ങളുടെ മോനാണ് സജീവ് ഇമ്മട്ടി അച്ഛൻ. അപ്പോൾ ഈ കാണുന്നവരിൽ കുറേ പേർക്കെങ്കിലും അച്ഛനെ അറിയായിരിക്കും. അപ്പോൾ ഡാഡിയുടെ പെങ്ങളുടെ മകനാണ്. അപ്പോൾ അച്ഛനെ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ തൊട്ടാണല്ലോ നമ്മുടെ ചേട്ടന്മാർ കണ്ടിട്ടുള്ളതല്ലേ. ഞങ്ങളുടെ കല്യാണം കഴിയുമ്പോൾ അച്ഛൻ 1-ാം ക്ലാസ്സിൽ അങ്ങോട്ട് പഠിക്കണേ. അപ്പോൾ അന്ന് തൊട്ടുള്ള ഒരു പരിചയമാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നപ്പോൾ നമ്മുടെ പരിചയക്കാരും ആൾക്കാരും ബന്ധുക്കളും ഒക്കെ നിറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടിക്കാണ് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കാണുക. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയും പരിചയപ്പെടുകയും വിശേഷങ്ങൾ ചോദിക്കുകയും എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷം കേട്ടോ ഇവരെയൊക്കെ കാണുമ്പോൾ. അങ്ങനെ ജോർജ് ചേട്ടനും പോൾ ചേട്ടനും ഭക്ഷണമൊക്കെ കഴിച്ച് യാത്ര പറഞ്ഞ് ഇറങ്ങിയിട്ടോ. അപ്പോൾ കുറേ പേർക്ക് ഡിമ്പിളുടെ ഗെറ്റപ്പ് ഇഷ്ടമായി, ഡിവൈൻ്റെ ഗെറ്റപ്പ് ഇഷ്ടമായി. ഡിവൈനെ സത്യം പറഞ്ഞാൽ എനിക്ക് പോലും കണ്ടിട്ട് മനസ്സിലായില്ല. ഞാനും പോൾ ചേട്ടനും ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കുമ്പോൾ പള്ളിയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഡിവൈൻ വന്ന് നിന്നപ്പോൾ ഞാനൊന്ന് നോക്കിയിട്ട് ഡിമ്പിളാന്ന് വെച്ചിട്ട് തിരിഞ്ഞ്, പിന്നെ എനിക്കൊരു സംശയം, ഇത് ഡിമ്പിളല്ലല്ലോ നോക്കിയപ്പോൾ ഡിവൈനായിരുന്നു. അപ്പോൾ എനിക്ക് 2 പേരുടെയും ഗെറ്റപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഇനിയും 3 കല്യാണം കൂടി ഉണ്ട്. അതനുസരിച്ചുള്ള മനസ്സമ്മതമുണ്ട്. അപ്പോൾ അതൊക്കെയുണ്ട്. പരിപാടികളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് ഈ ഒരു മാസം കേട്ടോ. അങ്ങനെ നമ്മുടെ പിള്ളേർസ് തോമുൻ്റെ ഓവർകോട്ടൊക്കെ ജാക്കറ്റൊക്കെ പുറത്തേക്ക് വന്നു, പാച്ചുവിൻ്റെ ഷർട്ടൊക്കെ പുറത്തേക്ക് വന്നു. അറിയാമല്ലോ കുട്ടികളാകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവരെന്താ പറയുക, അവർ മടുക്കും. പിന്നെ ക്ഷീണമായി, ഓട്ടായി, കരച്ചിലായി, വാശി. ഇവർക്ക് കരച്ചിലും വാശിയൊന്നുമില്ല, ഇവരെ കളിപ്പിക്കണം, ഇവരെ എന്താ പറയുക ഡാൻസിൻ്റെ തോളത്തിരിക്കണം. അപ്പോൾ ഇന്നലെ ഡാൻസ് ചെയ്യുമ്പോൾ ഇവരൊക്കെ തോളത്തിരുത്തിയല്ലോ. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്കാണ് അവർക്ക്. അപ്പോൾ കാണാൻ നല്ല രസമുള്ള എന്താ പറയുക, ഞാൻ പറയാറില്ലേ ഞങ്ങളുടെ ഫാമിലി എവിടെ ഏത് കൂട്ടത്തിൽ പോയാലും അവർ ഒന്നിച്ച് നിന്നിട്ട് ഒരു ചിരിയും കളിയും ബഹളമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നത് ഈ സന്തോഷം എപ്പോഴും നിലനിർത്തി തരണേന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ എന്താ പറയുക ഏത് നേരത്താണ് എന്താണ് സംഭവിക്കുകയെന്നൊന്നും പറയാൻ പറ്റാത്ത കാലമാണ്. അപ്പോൾ അങ്ങനെയൊന്നും വരുത്താണ്ട് സന്തോഷമായിട്ട് ഞങ്ങളുടെ കുടുംബം മുന്നിലേക്ക് പോട്ടെ എന്ന് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും കേട്ടോ. കാരണം
അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇന്നലെയും ഇന്നും ഈ 2 ദിവസം കൊണ്ട് കരപ്പറമ്പൻ ഫാമിലിയുടെ പിള്ളേർസ് ടീനേജുകളും കുഞ്ഞു മക്കളും ഞങ്ങൾ പെണ്ണുങ്ങളും അമ്മമാരും ഒക്കെ നന്നായിട്ട് അങ്ങോട്ട് ആഘോഷിച്ചു കേട്ടോ. കാരണം കുറേ നാളുകളായി എനിക്ക് തോന്നുന്നു സ്നേഹയുടെ മൂത്ത കുട്ടിയുടെ കല്യാണത്തിന് 3 വർഷം മുമ്പാണ് ഇതുപോലൊരു ആഘോഷം ഉണ്ടായത്. പിന്നെ അമ്മയുടെ മരണത്തിൻ്റെ ഒരു സംഭവമായതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അത് ഇങ്ങനെ ആഘോഷിക്കില്ലല്ലോ നമ്മൾ. അത് കഴിഞ്ഞ് എല്ലാം മറന്ന് ആഘോഷിച്ച ഒരു 2 ദിവസമാണ് ഇന്നലെയും ഇന്നും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ദിവസം കഴിയുമ്പോഴാണല്ലോ നമ്മൾ നന്നായി എന്ന് പറയാം. അപ്പം ഇന്ന് ഈ സമയമാകുമ്പോൾ എനിക്ക് ധൈര്യമായിട്ട് പറയാം ഇന്നലെ ഇന്നും ഏറ്റവും നല്ല ദിവസമായിരുന്നു. ഇന്ന് കുറേ നല്ല ഫോട്ടോസും കുറേ നല്ല ഓർമ്മകളും. അപ്പോൾ എല്ലാവരും കൂടി ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ജോയ് പേപ്പൻ്റെ, അതായത് ഡാഡിയുടെ അനിയൻ്റെ മകളാണ്. അവിടെ ഒരു മോളും ഒരു മോനാണ്. അപ്പോൾ അതായത് ഇപ്പോൾ ഈ 2 പെൺകുട്ടികളാണ് ഇവിടെ ഉള്ളത്. ഇനിയിപ്പോൾ വലിയപ്പനൊരു മോളുണ്ട്, പിന്നെ സ്നേഹയും കാവ്യം, അങ്ങനെ 5 പെൺകുട്ടികളാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മുടെ റോസു ഷേർലി ആൻറ്റിയുടെ ഒരു മോള്, അങ്ങനെ അവർ പേര്. ഇത് നമ്മുടെ ഡോണിൻ്റെ ചായയിലേ കാണുമ്പോൾ രശ്മിയുടെ, അതായത് ഈ മോളുടെ ബ്രദറാണ്. അപ്പോൾ നമ്മൾക്ക് 2 പേർക്കും ഒരു മോനും ഒരു മോളും വീതമാണ് കേട്ടോ. അപ്പോൾ ഇവർ 3 പേരെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നിൽക്കുന്ന ലെവലിൽ തന്നെയാണ്. ഹെജോ മൂത്തത്, അത് കഴിഞ്ഞ ഡിംപിൾ, അത് കഴിഞ്ഞ രശ്മി. അതാണ് അവരുടെ ഒരു 2 കൊല്ലത്തിൽ 3 ആളെന്ന് പറയില്ലേ, അതാണ് ഇവർ. പിന്നെ ഇത് നമ്മുടെ ഡോൺ. അപ്പോൾ അങ്ങനെ 2 ആങ്ങളമാരും 2 പെങ്ങന്മാരും. അവരുടെ ഒരു ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ ഫോട്ടോ സെഷനായിരുന്നു കേട്ടോ. ഞങ്ങൾ മെയിനായിട്ട് അവിടെ സ്റ്റേജിന്മേൽ പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ മാക്സിമം ഞങ്ങൾക്ക് കിട്ടിയ സമയം എൻജോയ് ചെയ്തു. ഇത് ഹെജോ എങ്ങനെയാണെന്ന് വെച്ചാൽ എവിടെയോ ഡ്രൈവ് ചെയ്ത് പോയി വന്നതാന്ന് തോന്നുന്നുണ്ട്. കംപ്ലീറ്റ് വയർത്തിട്ടായിരുന്നു. അപ്പോൾ അവൻ ചോദിക്കായിരുന്നു, ഈ പ്ലെയിൻ ഷർട്ടാകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അവൻ ചോദിക്കായിരുന്നു ഇതൊന്ന് കളയാനുള്ള വല്ല വകുപ്പുണ്ടോയെന്ന്. അപ്പോൾ ഡിവൈൻ പറഞ്ഞു ഒരു രക്ഷയില്ല, നീ അങ്ങനെ തന്നെ നിന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഇതാണ് ഹെജോൻ്റെ വൈഫ് ലിമി, മറ്റേ ദയ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണ. അപ്പോൾ അത് ഞങ്ങളുടെ 3 ഇത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് രശ്മിയുടെ ഹസ്ബൻഡ്, അവൻ ലീവിനിപ്പോൾ വന്നിട്ടുള്ളതാണ്. പിന്നെ അപ്പം നോക്കിയപ്പോഴാണ് ആൻസൺ ജെറിയും കൂടി എവിടേക്കോ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഡിംപിളിന് ഈ ഫോട്ടോയിൽ നിൽക്കാൻ പറ്റിയില്ല. ഇവർ കപ്പിൾ ഫോട്ടോ എടുക്കാൻ നിന്നതാണ്, പക്ഷേ ഇവർക്ക് ഡിംപിളിന് നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പിന്നെ എടുക്കാമല്ലോ എന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ ജെറി, അതായത് ഡാഡിയുടെ ഇളയ പെങ്ങളും ഹസ്ബൻഡും മോനുമാണ്. ഇവരുടെ മകളാണ് റോസു എന്ന് ഞാൻ എപ്പോഴും പറയണ റോസ്മേരി. അവളിപ്പോൾ സൗദിയിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അങ്ങനെ ഇത് ചെറിയ പെങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് എല്ലാവരും ഫോട്ടോസ് എടുത്ത നിലയ്ക്ക് ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ സജീവച്ചൻ്റെ ഫാമിലിയാണ്. മൂത്ത പെങ്ങളാണ് ഡാഡിയുടെ. പെങ്ങൾക്ക് 2 ആൺകുട്ടികളാണ്, സന്തോഷും സജീവും. അപ്പോൾ സന്തോഷിൻ്റെ വൈഫും 3 മക്കളാണത്. പിന്നെ ഇത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ. അപ്പം നമ്മളിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഞങ്ങൾ 6 പേര് ഒന്നിച്ച് കൂടി അപ്പോൾ ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ആൻസൺ ബാംഗ്ലൂർ ആയതിനു ശേഷം അങ്ങനെ പെട്ടെന്ന് ഒരു ഫോട്ടോ എടുക്കാനുള്ളൊരു ഗ്യാപ്പൊന്നും ഞങ്ങൾക്ക് കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ ചെയ്തിരിക്കണം. അപ്പോൾ ഒരു ഫോട്ടോ എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ 15-ാം തീയതി നമ്മളുടെ ആ ബിഗ് ഡേയുടെ അന്നാണ് ഒരു ഫാമിലി ഫോട്ടോ ഇതുപോലെ എടുത്തത്. അപ്പോൾ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഞങ്ങൾ മാക്സിമം ഇതുപോലെ ഫോട്ടോസ് എടുത്ത് എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു ഡിവൈനാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ മുൻകൈ എടുക്കുക. കാരണം എന്താ പറയുക, ഇപ്പോൾ തറവാട്ടിലത്തെ ഇപ്പോൾ എല്ലാ ഫാമിലിയുടെ എടുത്തതും ഒക്കെ ഡിവൈൻ മുൻകൈ എടുത്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അതെ ഡിവൈൻ വന്നു എന്ന് പറഞ്ഞാൽ ഫോട്ടോസ് എടുക്കാം നമുക്ക് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നല്ല നല്ല മെമ്മറീസ്, ഫോട്ടോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുറേ നല്ല നല്ല ഓർമ്മകളാണല്ലോ. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ ഏത് സമയത്ത് കണ്ടാലും നമുക്ക് ഇത് അങ്ങനെ ആ സമയത്ത് അങ്ങനെ എടുത്തതാണ്, ഈ സമയത്ത് എന്നൊക്കെ പറയാം. ഇത് 2 മരുമക്കളാണ് ഞങ്ങളുടെ ഫാമിലിയിൽ. പിന്നെ ചേച്ചിയുടെ ഇതുണ്ട്. പിന്നെ ചേട്ടൻ്റെ വീട്ടിൽ ടെസ്സ എന്ന് പറഞ്ഞിട്ട് ഒരു മോളും കൂടി ഉണ്ട്. അവർ വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഫോട്ടോ നമ്മളും കൂടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഒരു അടിപൊളി ഫോട്ടോ സെഷൻ മാത്രം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ വിചാരിക്കുക എന്താ കല്യാണം ഒന്നും കാണിക്കാഞ്ഞെന്ന്. പക്ഷെ അത് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അവർ വീഡിയോസ് എടുത്തിട്ടുണ്ട്, കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ കാണല്ലേ അതിൻ്റെ ഭംഗി. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, എല്ലാം പരിചയമുള്ള മുഖങ്ങളാകുമ്പോൾ നിങ്ങൾക്കും കാണാനൊരു ഇഷ്ടം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തത്. ഡിവൈൻ്റെ ഫേസ് നോക്കി ഞാൻ പറഞ്ഞത് ശരിയല്ലേ, പെട്ടെന്ന് ദൂരെ നിന്ന് കാണുമ്പോൾ ഡിംപിളാന്നല്ലേ തോന്നുക. ഈ ഒരു ഹെയർ സ്റ്റൈലും കാര്യങ്ങളും ഡിംപിളാണ് സാധാരണ ഇങ്ങനെ ഉണ്ടാവാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡിംപിളാന്ന് തോന്നും. അങ്ങനെ എന്താ പറയുക, ഫോട്ടോസ് ഞാൻ പോൾസൺ പേപ്പറിനെ കൊണ്ട് ഇടിപ്പിച്ചതാണ് കേട്ടോ. കാരണം പോൾസേട്ടനാകുമ്പോൾ അതിൻ്റെ ഭംഗി പോലെ എടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഫാമിലി അവരുടെ എല്ലാവരും കൂടിയുള്ളത് എടുത്തു.
ഒരാൾ മിസ്സിംഗ് ആണ്. പിന്നെ ദേ നമ്മുടെ പിള്ളേർസ് ഇവിടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഫോട്ടോ എടുപ്പൊന്നും തീർന്നിട്ടില്ല കേട്ടോ. അതിനിടയിൽ ഗ്രൂപ്പ് ഫോട്ടോ പോയിട്ട് എടുത്തായിരുന്നു കേട്ടോ. സ്റ്റേജിലുള്ള ഫോട്ടോ എടുത്തായിരുന്നു. എനിക്ക് തോന്നുന്നു അത് ഡിവൈൻ്റെ ഫോണിലായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ദേ എല്ലാവരും ഇവിടുന്ന് തൽക്കാലം പിരിയാണ്. ഇനി രാത്രി ഭക്ഷണം കഴിക്കാനായിട്ട് വീണ്ടും തറവാട്ടിലേക്ക് വരണം. അപ്പോൾ സത്യത്തിൽ ഞാൻ എൻ്റെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഫ്രസി എന്ന് പറഞ്ഞ മോളുടെ അവിടുത്തെ മോളുണ്ട് ജെന്നിഫറിൻ്റെ ആദ്യ കുർബാന സ്വീകരണമാണ് ഇന്ന് 4:30 പള്ളിയിൽ മതിലകത്താണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നിച്ച് പോകണം. അപ്പോൾ ഡിംപിളും ആൻസനും ഇന്നിപ്പോൾ മടങ്ങുമ്പോൾ ഇവരുടെ കൂടെ പോയിട്ട് മതിലകത്ത് ഇറങ്ങി ഒരു സർപ്രൈസ് വിസിറ്റ് എന്നുള്ള നിലയ്ക്ക് അവിടെ പോയി അവരെയൊക്കെ കണ്ട് ആൻസനും ഡിംപിളും അവിടെ നിന്ന് അങ്ങോട്ട് പോവുക, ഞാനും ഡാഡി ഒരു ഊബർ വിളിച്ച് ഇങ്ങോട്ട് വരാം. ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് സത്യത്തിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയത്. പക്ഷെ പ്ലാൻ ഒന്നും നടന്നില്ല. നമ്മൾ പറയില്ലേ ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചാലും ചിലത് നടക്കില്ല. അതുപോലെ ആഗ്രഹിച്ചിട്ട് നടക്കാഞ്ഞ ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ ശരിക്കും കുറേ ആഗ്രഹിച്ചതാണ് അങ്ങനെ ഒരു സർപ്രൈസ് വിസിറ്റ്. പക്ഷേ എന്തോ നടന്നില്ല. സാരമില്ല, കാരണം എന്തെങ്കിലും നല്ലത് അപ്പുറത്ത് തമ്പുരാൻ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം അങ്ങനൊരു യാത്ര മുടങ്ങിയത് കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ നമ്മുടെ ചാക്കോച്ചനെ എടുക്കണ്ട. അപ്പോൾ അതിൻ്റെ ഇടയിൽ സെലിബ്രേഷൻസിലിറങ്ങി മറ്റേ കേക്ക് വാങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അക്കിയുടെ വീട്ടിൽ വന്ന് നമ്മുടെ ചാക്കോച്ചനെ പിക്ക് ചെയ്തു. വസന്തേച്ചി 4 മണിയായപ്പോൾ നാട്ടിലേക്ക് പോയേക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം വന്നു. കാരണം പോൾസൺ പേപ്പനും അക്കി മാത്രമേ ഉള്ളൂ. ഇവൻ എടുക്കാൻ പറഞ്ഞ് വാശി പിടിച്ച് കഴിഞ്ഞാൽ പോൾസൺ പേപ്പനായാലും ബുദ്ധിമുട്ടാവില്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഓടിപ്പടഞ്ഞ് വന്നു. ശരിക്കും 4 മണിയൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോട്ടാ. അങ്ങനെ ദേ ചാക്കോച്ചനെ ഞങ്ങൾ ഇതിലിങ്ങോട്ട് പോകുന്നു. അവൻ ഡ്രസ്സ് ഊരി നിൽക്കായിരുന്നു, ഒന്നും ചെയ്യാനില്ല, ഉറങ്ങായിരുന്നു. അവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് തൊട്ടടുത്തല്ലേ, പ്രത്യേകിച്ച് കാറിലുമല്ല. അപ്പോൾ ഡാഡിയുടെ വണ്ടിയിൽ ശരിക്കും ഞാൻ കയറാൻ വന്നപ്പോൾ ഡാഡി പറഞ്ഞു സ്കൂൾ ഗ്രൗണ്ടിൽ ഇട്ടേക്കണേ, താൻ ഇവരുടെ വണ്ടിയിൽ കയറിക്കുക. അതുകൊണ്ട് ഞാൻ ഇവരുടെ കൂടെയാണ് വന്നത്. ഡാഡി അവിടെ നിന്ന് ഞങ്ങളിവിടെയൊക്കെ ചുറ്റി വരുമ്പോഴേക്കും ഡാഡി അവിടെ നിന്ന് എത്തി. അപ്പോൾ ഡാഡി നോക്കിയപ്പോൾ താക്കോൽ ആൻസൺ പതിവില്ലാണ്ട് കാറിലിട്ടേക്കായിരുന്നു. അപ്പോൾ ഡാഡി പറയായിരുന്നു ഞാൻ ചാടിക്കിട. അപ്പോൾ ഫോൺ ചെയ്തപ്പോൾ താക്കോൽ ഞങ്ങളുടെ കയ്യിലാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഡാഡി പറഞ്ഞു നിങ്ങൾ വീട്ടിൽ വന്ന് നോക്ക്, ഞാൻ ഇവിടെ അകത്തുണ്ട് എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ഡാഡി ഗേറ്റ് പതുക്കെ ചാടിക്കിടന്നു. കാരണം അല്ലാണ്ട് നിവൃത്തിയിൽ എത്ര നേരം എന്ന് വെച്ചിട്ടാണ് പുറത്ത് നിൽക്കുക. അപ്പോൾ ഡാഡി പതുക്കെ ചാടിക്കിടന്നു. അപ്പോൾ ഞങ്ങൾ പറയായിരുന്നു എങ്ങനെയാണ് ചാടിയെന്നുള്ളതൊന്ന് കാണിച്ചു തന്നോളൂ എന്ന് ഡിവൈൻ പറയായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ കയറി. അവിടെ ചെന്നപ്പോൾ ഡാഡി ഓൾറെഡി റെഡി ആയിട്ടിരിക്കുകയാണ് ക്ടാങ്ങളെ സ്വീകരിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ യാത്ര പോയിട്ട് വരുമ്പോൾ കുട്ടികളെ ഒരാൾ പുറത്ത് നിന്നിട്ട് ഇവരെ നമ്പർ 1 2 3 എന്ന് പറഞ്ഞിട്ട് എടുക്കാറ് പതിവ്. കാരണം മിക്കവാറും 3 ആളും ഉറങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങളിതേ ഇറങ്ങി. അവരൊക്കെ ഡ്രസ്സ് മാറാൻ പോയി. അപ്പോൾ ഞാൻ കുറച്ച് നേരം കിച്ചണിൽ അവിടെ ഇരുന്നു ഡ്രസ്സ് മാറാണ്ട്. കാരണം എനിക്ക് അപ്പോഴും എൻ്റെ പ്രതീക്ഷ വിട്ടിട്ടുണ്ടായിരുന്നില്ല മതിലകത്ത് പോകാമെന്നായിരുന്നു. പക്ഷേ നടന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആൻസനും ഡിംപിളിനും അവരുടെ മാത്തൻ വെയിറ്റിംഗാണ്. അത് കഴിഞ്ഞ് വെള്ളാങ്കല്ലൂർ പോകണം. അപ്പോൾ വെള്ളാങ്കല്ലൂരിൽ നിന്ന് എപ്പോഴാണ് ഇറങ്ങാമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഒരു യാത്രയിൽ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൈവസിയിൽ നമ്മൾ കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു പിന്നെ രാത്രി തറവാട്ടിലേക്ക് പോകണം. അപ്പോൾ ആകെ കൂടെ ഒരു തിക്കും തിരക്കും ബഹളവും. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, സമാധാനത്തിൽ വേറൊരു ദിവസം പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്താ പറയുക, ഞാൻ ആഗ്രഹിച്ച ഒരു സംഭവം നടക്കാണ്ടായി. പക്ഷേ നമ്മൾ പറയില്ലേ എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിച്ചത് മുഴുവൻ നടന്നു കഴിഞ്ഞാൽ എന്താ കാര്യമുള്ളത്? ഒരു കാര്യമില്ല. അങ്ങനെ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ അപ്പാപ്പൻ കേക്ക് വന്നു. കാരണം ഈ കേക്ക് കട്ടിങ്ങും കൂടി ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുറേ ലേറ്റായി. ഇനിയിപ്പോൾ ഞാൻ അവിടെ വരെ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇവിടുത്തെ സംഭവം ലേറ്റാവും. അപ്പോൾ പിന്നെ അതൊന്നും വേണ്ട, ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു തിക്കും തിരക്കും വേണ്ട വെച്ചിട്ട് കേക്ക് കട്ടിങ്ങിന് നിന്നു കേട്ടോ. അപ്പോൾ ഇവിടെ തോമു ഓൾറെഡി അവിടെ നിന്ന് വരുമ്പോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തോമു കിടന്നുറങ്ങി. ഡിംപിളും പാച്ചും ആൻസനും പോവാനുള്ള ഒരു പുറപ്പാടിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ പാച്ചു ഹാപ്പി ബർത്ത്ഡേ പാടാണ്. ഇപ്പോൾ കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ പോയി തുടങ്ങിയ പിന്നെ അവിടെ ഓരോ ദിവസവും ഓരോ കുട്ടികളുടെ ഹാപ്പി ബർത്ത്ഡേ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതനുസരിച്ച് കുട്ടികളും പാടാൻ പഠിച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെ അപ്പോൾ അവൻ പറയായിരുന്നു അപ്പാപ്പനോട് ഊത് എന്ന് പറഞ്ഞു. ഊതി കഴിഞ്ഞിട്ട് അപ്പാപ്പനോട് നൈഫ് എടുത്തിട്ട് കട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമുക്കതൊക്കെ കാണുമ്പോൾ ആൻസൺ ശരിക്കും പറഞ്ഞാൽ വളരെ കൗതുകത്തോട് നോക്കി നിൽക്കായിരുന്നു കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കണമെങ്കിൽ ഡിവൈനാണ് ഈ വീഡിയോ എടുത്തത്. ഇതൊക്കെ ചെയ്യുമ്പോഴും എൻ്റെ കണ്ണ് ആൻസറിലേക്കായിരുന്നു. കാരണം പാച്ചു ഇത്രയും വ്യത്യാസം വന്നു എന്നുള്ളത് അവൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവൻ അപ്പാപ്പനോട് ഇങ്ങനെ ഓരോന്ന് പറയുന്നത് ആൻസർ ഭയങ്കര കൗതുകത്തിൽ നോക്കി നിൽക്കായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ഇപ്പം നിങ്ങൾക്കായാലും മനസ്സിലാവും ഞങ്ങളെന്താണ് അങ്ങനെ പ്രത്യേകിച്ച് പറയണേന്നുള്ളത്. പിന്നെ വല്ലപ്പോഴും വീഡിയോ കണ്ടിട്ടുള്ള ഒരാളാണ് ഇത് കാണുന്നതെങ്കിൽ ഇവരെന്താ ഇപ്പം ഇത്ര പ്രത്യേകിച്ച് പറയാനുള്ളതെന്നും തോന്നാം.
അപ്പോൾ അത് അവരുടെ തെറ്റല്ല കേട്ടോ, കാരണം എല്ലാവരും എല്ലാ വീഡിയോസും കാണണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ പണ്ട് തൊട്ടേ പാച്ചുവിൻ്റെ കാര്യങ്ങൾ അറിയുന്നവർക്ക് അറിയാം നമ്മളെന്താണ് പാച്ചുവിനെ ഇത്രയും എടുത്ത് പറയണേ എന്നുള്ളത്. കാരണം അവൻ ഹാപ്പി ബർത്ത്ഡേ പാടുക, അപ്പോൾ അവനോട് ഓരോ കാര്യങ്ങൾ പറയാമെന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു അത്ഭുതമാണ്. അപ്പോൾ ഇപ്പം നല്ലോണം വർത്താനം പറയട്ടോ, കുറേ വർത്താനങ്ങൾ പറഞ്ഞു തുടങ്ങി ശരിക്കും. അപ്പോൾ ഇന്ന് ഞാനും ഡിവൈനും പറയായിരുന്നു, ശരിക്കും 3.5 വയസ്സ് ആവാൻ കാത്തു നിൽക്കായിരുന്നു അവൻ ഫ്ലോയിൽ വർത്താനം പറയായിരുന്നു. അപ്പം അങ്ങനെ ഇത് എല്ലാവർക്കും കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത്, അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ മതിലകത്ത് പോയെങ്കിൽ ഇങ്ങനെ സമാധാനത്തിലൊരു കേക്ക് കട്ടിങ് ചിലപ്പോൾ നടക്കില്ല. അതുകൊണ്ടായിരിക്കാം തമ്പുരാൻ പറഞ്ഞത്, നീ ആദ്യം കേക്ക് കട്ട് ചെയ്തോ, മതിലകത്തേക്ക് നമുക്ക് വേറെ ദിവസമായാലും പോകാമെന്നുള്ളത്. അങ്ങനെ എന്താ പറയുക, കേക്ക് കട്ടിങ് കഴിഞ്ഞു. അപ്പോൾ ഡിംപിള് അവിടെ പോയിട്ട് ഇടാനുള്ള ഡ്രസ്സിലാണ് പിന്നെ ഇവിടെ നിന്ന് കയറി ചെയ്തിട്ടാണ്. പിന്നെ നേരെ ഇനി വീട്ടിൽ ചെന്നിറങ്ങാണല്ലോ, അപ്പോഴാണ് വെള്ളാങ്കല്ലൂർക്ക് ഇടയിൽ പോകണമെന്നുള്ള ഒരു ഇത് പറഞ്ഞത്. അങ്ങനെ എന്താ പറയുക, കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് വളരെ സന്തോഷമായിട്ട് ഡിംപിളും ആൻസനും പാച്ചും മടങ്ങി. ഇതൊന്നും അറിയാണ്ട് തോമുട്ടൻ നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പം അങ്ങനെ ഓരോരുത്തർക്ക് കൊടുക്കുകയാണ്. ആദ്യം എനിക്ക് തന്നു, പിന്നെ ഡോണിന്, ഡിംപിളിന്, ഡിവൈന്, ലാസ്റ്റാണ് കേട്ടോ ആൻസന് കൊടുത്തത്. അങ്ങനെ എന്താ പറയുക, മുറപ്പ് പ്രകാരം അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടേ അങ്ങനെ കൊടുത്ത്. പിന്നെ പാച്ചൂട്ടനും ചാക്കോച്ചനും പിന്നെ അങ്ങനെ സമയമൊന്നുമില്ലല്ലോ, അവരിങ്ങനെ ഇടയിൽ വായ തുറക്കലും അടയ്ക്കലും തിന്നലും ഒക്കെയാണ് കേട്ടോ. അപ്പം അങ്ങനെ അപ്പോൾ പാച്ചു നോക്കുകയാണ് ഭയങ്കര അത്ഭുതത്തിൽ എന്താണ് ഈ കാണിക്കണേന്നുള്ളത്. അങ്ങനെ പാച്ചുവിനെ എപ്പോഴും ഇങ്ങനെ പറ്റിക്കും കേട്ടോ. അപ്പോൾ ചില സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഒറ്റ കടി അടിക്കുക കേട്ടോ. ഇന്നും അതൊരു കടി അടിച്ചു. അവനും കളിപ്പിക്കാൻ അറിയാമല്ലോ, അവനും അത് ഈ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും പറയും ബിൻസിയുടെ പോലെയാണ്. ബിൻസി എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ കളിപ്പിക്കും, ഇങ്ങനെ എന്താ പറയുക, കളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ കാണിച്ച് വലിക്കുക അങ്ങനെയൊക്കെ ചെയ്യും, നല്ലോണം കളിപ്പിക്കും. എൻ്റെ പോലെയല്ല കേട്ടോ, കുട്ടികളെ കളിപ്പിക്കാനൊക്കെ നല്ല വശം. അപ്പോൾ അതുപോലെയാണ് ആൻസറും കാണിക്കുക. അത് തന്നെ പാച്ചുവിനും ഉണ്ട് ആ സ്വഭാവം കേട്ടോ. അതുപോലെ എന്താ പറയുക, എല്ലാം കഴിഞ്ഞതാ ഇവരിറങ്ങി. അപ്പോൾ ഇറങ്ങിയപ്പോൾ ചാക്കോച്ചന് സങ്കടമായി. ചാക്കോച്ചൻ കരയുക കൂടെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കരഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോൺ വേഗം എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊക്കെ പുറത്ത് പോകുമ്പോൾ അവൻ അറിഞ്ഞു തുടങ്ങി ഇങ്ങനെ പോവാണ് എടുക്കുകയാണ് എന്നുള്ളത്. അങ്ങനെ ചാക്കോച്ചനെ എടുത്ത് ഡിംപിൾ യാത്ര പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ തോമു ഞാൻ പറഞ്ഞ പോലെ ഒന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ തോമു ഇതിൻ്റെ ഇടയിൽ ഇപ്പോഴല്ല കേട്ടോ, കുറച്ച് കഴിഞ്ഞപ്പോൾ മൂപ്പര് എണീറ്റ് വന്നിട്ട് ഡിംപിളെവിടെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പോയി എന്ന് പറഞ്ഞപ്പോൾ അവന് ഭയങ്കര സങ്കടമായി. അപ്പോൾ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ ഡിംപിളും പാച്ചൂല്ലേ ലൈറ്റ് കാണണ്ടേ എന്നൊക്കെ ചോദിച്ച് അവൻ ഇതായിരുന്നു. അപ്പോൾ അവൻ്റെ അപ്പ പറഞ്ഞു പെരുന്നാൾക്ക് പോയി എന്നെന്തോ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അപ്പയ്ക്കൊന്നും അറിയില്ല, പെരുന്നാളല്ല ഇത് ക്രിസ്മസാണ്, പെരുന്നാളൊക്കെ പിന്നെയാണ് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികൾ എന്താ പറയുക ഭയങ്കരമായിട്ട് മാറി, അവരുടെ അറിവുകളും കുറേ വലുതായി തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു ഇന്ന് ക്രിസ്മസാണ്, ക്രിസ്മസ് ജീസസ് ക്രൈസ്റ്റിൻ്റെ ബർത്ത്ഡേ ആണ് എന്നൊക്കെ നമ്മളും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി അവരിങ്ങനെ ഓരോന്നും വീക്ഷിക്കുന്നുണ്ടെന്നും ഓരോന്നും മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം പെരുന്നാളെന്ന് പറഞ്ഞ വഴിക്ക് പറഞ്ഞു പെരുന്നാളല്ല ക്രിസ്മസാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് അപ്പയും ഡിംപിളും കൊച്ചും കൂടിയിട്ട് പോവുകയാണ്. കാരണം മാത്തൻ വഴിയിൽ നിന്ന് വരും, അതുകൊണ്ടാണ് ഫ്രണ്ട് സീറ്റ് ഒഴിവാക്കിയിട്ടിരിക്കണേ. പിന്നെ പാച്ചുവിന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഉറങ്ങിയും തോന്നുന്നുണ്ട്. അപ്പോൾ ഡിംപിൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, വെള്ളാങ്കല്ലൂരായിരുന്നു, അവിടെ 2 പേര് അവന് കളിക്കാൻ കൂട്ട് കിട്ടി, അപ്പോൾ അവരുടെ കൂടെയുള്ള കളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഡിംപിൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കും ഭയങ്കര അവനിങ്ങനെയാണെന്ന് വെച്ചാൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫുൾ ടൈം ആരുടെയെങ്കിലുമൊക്കെ കൂടെ കളിക്കുക, ഓടി കളിക്കുക ഒക്കെ നല്ല ഇഷ്ടമുള്ള കുട്ടിയാണ്. അപ്പോൾ അത് ഇപ്രാവശ്യം തോമും പാച്ചും അതെ കളി എന്ന് പറഞ്ഞ് ഇന്നുമായിട്ട് കളിച്ചതിനൊരു കണക്കില്ല. ഞങ്ങൾ പറയാറുണ്ട് തളർന്ന് കിടന്നുറങ്ങുന്ന. അങ്ങനെ ചാക്കോച്ചൻ ഓച്ചുവിന് ടാറ്റയൊക്കെ പറഞ്ഞ് അവരെ യാത്രയാക്കിയിട്ടോ. അപ്പം ഇനി അടുത്തത് നമ്മൾക്ക് പോവാന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു സമയം പറഞ്ഞു എത്ര മണിക്ക് നമ്മൾ ഇറങ്ങണം എന്നുള്ളത്. രാത്രി ഞാൻ പറഞ്ഞില്ലേ തറവാട്ടിൽ ഫുഡ് കഴിക്കാൻ പോകണം, പിന്നെ പുൽക്കൂട് വിസിറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് പുൽക്കൂടൊക്കെ ആദ്യം കണ്ടിട്ട് രാത്രി അവസാനം മറ്റേ തറവാട്ടിൽ പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു നിങ്ങളൊക്കെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിക്കോ, എനിക്ക് പട്ടിയുടെ കാര്യങ്ങൾ നോക്കണ്ടേ, വരുമ്പോൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ അവർ വിശക്കില്ലേ. അപ്പോൾ ഇന്ന് എനിക്ക് വാരി കൊടുക്കാനുള്ള നേരമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇറച്ചിയൊക്കെ ഒന്ന് വേഗം വേവിച്ച് അവർക്ക് കൊടുത്തതിന് ശേഷം പോവാം. അതുപോലെ തുണികൾ കുറച്ച് മടക്കാണ്ട് നമുക്ക് നമ്മുടേതായ കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ അവിടെ നിന്നു. കഴുകിയ പാത്രങ്ങൾ എടുത്തു വെച്ചു, ഇതിൽ വെള്ളം നിറച്ചു, അങ്ങനെയുള്ള കുട്ടി കാര്യങ്ങൾ. അപ്പോഴാണ് ഒരു കൊറിയർ വന്നത്.
സാധാരണ ഈ നേരത്ത് കൊറിയർ വരാറില്ല. അപ്പോൾ അവർ പകൽ വന്ന് പോയി ഇവിടെ ആളില്ല എന്ന് കണ്ടപ്പോൾ അവർ മടങ്ങി വരുമ്പോൾ ഒന്നും കൂടി ഒന്ന് നോക്കിയതാണ്. അപ്പോൾ ഇതൊരു കുർത്ത സെറ്റാണ് കേട്ടോ. അപ്പോൾ ഞാനതും ഇതും ഞാൻ ഒന്നിച്ച് നിങ്ങൾക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊന്നും തൊടേണ്ടി വന്നിട്ടില്ല. ഇന്നലെ ഇന്നുമായിട്ട് ഞങ്ങൾ കിച്ചൺ അങ്ങനെ അനങ്ങിയിട്ടില്ലല്ലോ. അങ്ങനെ എന്താ പറയുക, എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പോകാനുള്ള പുറപ്പാടാണ്. അപ്പോൾ തോമുട്ടനുള്ള കേക്കാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ. തോമുവിന് വന്നിട്ട് ഉറങ്ങി എണീറ്റിട്ട് വരുമ്പോൾ കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് കോട്ടയത്തു നിന്ന് വരുമ്പോൾ കാർ സീറ്റർ ഊരി വെച്ചതാണ്. തുണികൾ മടക്കാനുള്ളത് അവിടെ ഇരിക്കുന്നു. മുകളിലേക്കുള്ള തുണി ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ 7 മണിക്ക് ഞങ്ങൾ വീണ്ടും യാത്രയായി. ക്രിസ്മസിൻ്റെ പുൽക്കൂട് കാണാനെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ റെഡ് ആൻഡ് വൈറ്റ് എടുത്തിട്ടു. ഡിവൈന് അറിയാണ്ട് റെഡ് എടുത്തിട്ടു. അങ്ങനെ ഞങ്ങളിതേ ഇറങ്ങി കേട്ടോ. ഇറങ്ങി ഇന്നിപ്പോൾ രാത്രി ക്രിസ്മസ് കണ്ടോ. അപ്പം ഞാൻ ഇന്നലെയും പറഞ്ഞില്ലേ, ക്രിസ്മസ് ഇന്നലെയാണ് ശരിക്കും രാത്രിയിൽ ഉണ്ണീശോനെ വെച്ചിട്ടുള്ള ഫുൾ ക്രിസ്മസ് കൂട് കാര്യങ്ങൾ കംപ്ലീറ്റ് ആവാൻ നമ്മൾ ഉണ്ണീശോനെ വെക്കുമ്പോഴാണല്ലോ. അങ്ങനെ അവിടെ അപ്പുറത്ത് വീട്ടിലൊക്കെ നിറച്ച് ലൈറ്റ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ശരിക്കും 7 മണിക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇറങ്ങിയപ്പോഴാണ് ഒരു പരിപാടിയിൽ ഒരു ചെറിയൊരു ട്വിസ്റ്റ് വരുത്തിയത്. നമുക്ക് ആദ്യം നെല്ലുവത്തേക്ക് പോയി അവിടെ നിന്ന് തിരിച്ച് പുൽക്കൂട് കാണാൻ വരാനായി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ അവരുടെ ആരോമലാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഈ വിശേഷ ദിവസങ്ങളിൽ ഒന്നെങ്കിൽ ഷൈനി അമ്മയുടെ അടുത്തേക്ക് ആക്കും, അല്ലെങ്കിൽ ഇന്ന് ഫുൾ മൂളിലുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അമ്മയും അപ്പച്ചനും ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ ഇന്നാണ് ഈ കക്ഷീനെ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ സാരിയും നമുക്കുണ്ടല്ലോ സാരി കാണുന്ന ഒരു ചടങ്ങ്, അത് കാണാൻ വേണ്ടി മുകളിലേക്ക് കയറിയത്. അപ്പോഴാണ് ഈ ഒരു കക്ഷീനെ കണ്ടത് കേട്ടോ. അങ്ങനെ എന്താ പറയുക, മുമ്പൊരു പൂച്ചയുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇപ്പോൾ പൂച്ചേനെ ചോദിച്ചപ്പോൾ വെള്ളപ്പൊക്കത്തിൽ അതിനെ കാണാണ്ടായിരുന്നു. അതിൻ്റെ നാവൊക്കെ പോയിട്ട് ഷൈനി ഭയങ്കര വല്ലാണ്ട് കെയർ ചെയ്തിട്ട് അതിനെ നോക്കിയിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അവിടെ നിന്ന് കണ്ടമാനം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓരോ കണ്ടെയ്നറിലാക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോഴാണ് എന്നോടും കൂടി വരാൻ പറഞ്ഞു പുൽക്കൂടും കാര്യങ്ങളും കാണാൻ. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ തിരിച്ച് വന്നിട്ട് ഈ പണികൾ മൊത്തം ചെയ്യണം. പിന്നെ കുട്ടികൾക്കല്ലേ അതുകൊണ്ട് ഒരു ഇഷ്ടം ഉണ്ടാവും. അപ്പോൾ ഡാഡി ആണെന്ന് ഓൾറെഡി ഉറക്കം തൂങ്ങി തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിട്ട് വായിയെന്ന് പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഡാഡി എനിക്ക് വെച്ച് തന്നിട്ട് അവർ പോയി. ഞാൻ ഇതൊക്കെ ഒന്ന് ഒതുക്കാൻ നിന്നു. ഡാഡി ഇതൊക്കെ ഇടുന്നു, നേരത്തോടെ കിടന്നു കേട്ടോ. അപ്പം ഞാനിതൊക്കെ ഒന്നും ചെയ്യണ്ടല്ലോ, ഇത് നേരെ ഫ്രിഡ്ജിൽ വെക്കല്ലേ വേണ്ട. ഫ്രിഡ്ജ് ഓൾറെഡി നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ഇന്നലെ മൊത്തം ഒതുക്കി. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ വെള്ളയപ്പം കണ്ടപ്പോൾ അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ്റെ കൂടെ ഇത് ഇരിക്കേണ്ടായിരുന്നു. കൊണ്ട് വെക്കുമ്പോഴേക്കും മധുരല്ലേ കംപ്ലീറ്റ് ഈ കറുത്ത ഉറുമ്പ് ഓടി വന്നു കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ തട്ടിക്കളഞ്ഞിട്ട് ഞാനത് ഫ്രിഡ്ജിൽ വെച്ച് കണ്ടു. എല്ലാത്തിൽ നിന്നും ഉണ്ടായിരുന്നു കേട്ടോ, കുറേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ തോമുട്ടൻ്റെ ചാക്കോച്ചൻ്റെ പാലും കുപ്പി ഒരെണ്ണം കഴുകാണ്ട്, പിന്നെ കുറച്ച് വെള്ളം ഒരു ഫ്ലാസ്കിൽ കുറവുണ്ട്. അപ്പോൾ ഡിവൈൻ വന്നപ്പോഴാണ് പറയണേ ഫ്ലാസ്ക് 2 കൂടി ഉണ്ടായിരുന്നു, അത് മുകളിലാണ് കാലിയാണെന്ന്. കാരണം അത് താഴെ ഉണ്ടെങ്കിൽ ഇവർ വരുമ്പോഴേക്കും ആ പടിയും കൂടി കഴിച്ച് വെച്ചേനേട്ടോ. ഇപ്പോൾ ഡിവൈൻ അപ്പുറത്ത് കിച്ചണിലുണ്ട്, ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് മാറിയതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ വിശേഷം. നിങ്ങളൊക്കെ കണ്ടു അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായത് വിചാരിക്കുന്നു. അപ്പോൾ ക്രിസ്മസിൻ്റെയും മനസ്സമ്മതത്തിൻ്റെയും കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി കല്യാണത്തിനുള്ള ഒരുക്കാണ്. 30-ാം തീയതിയാണ് കല്യാണം. അതും ഈ പറഞ്ഞ പോലെ ഉച്ചയ്ക്കാണ്. മച്ചാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വിവേകിൻ്റെ വീട് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് ഇനി അടുത്ത യാത്ര. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ക്രിസ്മസിൻ്റേതായ ഒരുക്കങ്ങൾ പതുക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ ഈ ടേബിളിൽ ഈ ഒരു കലണ്ടർ കൂടി വന്നപ്പോൾ ഒരു കുറച്ചും കൂടി ഭംഗിയായി ആ കലണ്ടർ കൂടി വന്നപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു കലണ്ടറിൻ്റെ സ്ഥാനം അവിടെ ഇരിക്കട്ടെ. കാരണം ഇപ്പോൾ കലണ്ടർ എന്ന് പറഞ്ഞ സംഭവമില്ലേ, നമ്മൾ ഫോണിലാണ് നോക്കാറ്. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കതൊരു ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും. അപ്പോൾ ഇനി നാളെ കാണാം നമുക്ക്. അതുവരേക്ക് ബൈ.